മുസ്ലിം ലീഗ് ആരെയാണ് ഭയപ്പെടുന്നത്? മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ യു ഡി എഫിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണ്. യു ഡി എഫിൻ്റെ നട്ടെല്ലാണ്. യു ഡി എഫിനെ അധികാരത്തിലേറ്റാൻ പകലന്തിയോളം പണിയെടുത്തത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. മുസ്ലിം വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി ഏകീകരിപ്പിക്കുന്നതിൽ നല്ല ഇടപെടൽ നടത്തിയതും മുസ്ലിം ലീഗ് തന്നെയാണ്. അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു വിഷയം. അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ആരെയാണ് ഭയപ്പെടുന്നത്? ഈ സർക്കാർ അധികാരത്തിൽ വന്ന്, യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞു. ഒരു സർക്കാരിനെ വിലയിരുത്താൻ സമയമായോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്ന് ഉറപ്പിച്ചു പറയാം. ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ പാടുള്ളൂ എന്നൊരു കീഴ്വഴക്കം തന്നെ കേരളത്തിലുണ്ട്. പക്ഷേ എല്ലാം മാറുകയാണ്. കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ സർക്കാർ ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതെല്ലാം മുസ്ലിം ലീഗിനെ വളരെ ദോഷകരമായി ബാധിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ജനങ്ങളോട്, അവരുടെ പ്രവർത്തകരോട് എന്തൊക്കെയാണോ പറഞ്ഞത് അതിനെല്ലാം ഘടകവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്ത് പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് യു ഡി എഫ് ഉള്ളത്. യു ഡി എഫിലെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ മന്ത്രിമാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ തീരുമാനമെടുത്തു പോകുന്നു മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി എന്ന് വെച്ചാൽ യു ഡി എഫിൽ ചർച്ച ചെയ്യാം, അതില്ലെങ്കിൽ അവരുമായി ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാമായിരുന്നു മുസ്ലിം ലീഗിന്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ തന്നെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ കൊണ്ട് തന്നെ ലീഗിൻ്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ തീരുമാനങ്ങളെടുത്ത് പോകേണ്ടി വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം ലീഗ് ആരെയോ ഭയപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ ഏതാനും നേതാക്കൾ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു എന്നും. കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്നു എന്നാണല്ലോ വെപ്പ്. സത്യത്തിൽ ഭരിക്കുന്നത് BJP ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ ഏറ്റവും കൂടുതൽ യു ഡി എഫിൽ പ്രതിരോധിക്കേണ്ടത് ആരാണ്? മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് വഴിതെറ്റുമ്പോൾ, യു ഡി എഫിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി വഴിതെറ്റുമ്പോൾ അതിനെ വിമർശിക്കുകയും കറക്റ്റ് ചെയ്ത് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് മുസ്ലിം ലീഗിന്. പക്ഷേ മുസ്ലിം ലീഗ് അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനത്തോടൊപ്പം മുന്നോട്ട് പോകുന്നു. VD സതീശൻ എന്ന മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് BJP നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നു മുസ്ലിം ലീഗ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ആരെയോ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയാൻ കാരണം. എന്തൊക്കെയായിരിക്കും മുസ്ലിം ലീഗിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ? സംശയമേ വേണ്ട, കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. മുഖ്യമന്ത്രി VD സതീശിന് തലക്കും മുകളിലുമുണ്ട് ഒരു ഡെമോക്രസിൻ്റെ വാൾ. ഏത് നിമിഷവും അത് ഉപയോഗിക്കാം ചിലപ്പോൾ കേന്ദ്ര സർക്കാർ. അത് മറ്റൊന്നുമല്ല, പുനർജനി പദ്ധതിയാണ്. പുനർജനി പദ്ധതിയെ സംബന്ധിച്ച് അന്വേഷണം ED നടത്തുമോ, ED പരിശോധനയ്ക്കെത്തുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ VD സതീശൻ എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചിരിക്കും. കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലിന് കേരള സർക്കാർ ഇല്ല എന്ന് പ്രഖ്യാപിച്ചാണ് മുന്നോട്ട് പോകുന്നത് VD സതീശൻ. പരസ്യമായി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റുമുട്ടിയാലോ, മുട്ടിയാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഏജൻസി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ED. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തട്ടിമുട്ടിപ്പോകാം. കിട്ടിയ ഏക അവസരമാണ്, ഇനി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് വെറുതെ BJPയുമായി ഏറ്റുമുട്ടി കേസും വക്കാണവുമായി ഇനി മുന്നോട്ട് പോകേണ്ട. BJP എങ്കിൽ BJP, അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കി മിണ്ടാതെ പോകാം. ഈ നിലപാടാണ് VD സതീശനുള്ളത് എന്ന് 2 മാസം കൊണ്ട് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതേ പാതയിൽ തന്നെയാണ് മുസ്ലിം ലീഗും പോകുന്നത്. മുസ്ലിം ലീഗ് ആരെയാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ? അവിടെയും പേടിയുണ്ട് EDയെ. 2 കേസുകളുണ്ട്. ഒന്ന് മുസ്ലിം ലീഗിനെ തന്നെ പിടിച്ചു കുലുക്കാൻ സാധ്യതയുള്ള കേസാണ്. അത് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് വഴി 10 കോടിയോളം രൂപ വെളുപ്പിച്ചെടുത്തതിൻ്റെ കഥയാണ്. ED അന്വേഷണം നടന്നതാണ്. ED ചോദ്യം ചെയ്തതാണ്. മുസ്ലിം ലീഗ് മുൻ അധ്യക്ഷനെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അടക്കം ചോദ്യം ചെയ്തതാണ്. ആ കേസ് അവിടെയുണ്ട്, EDയുടെ മുന്നിലുണ്ട്. ഏത് നിമിഷവും ആ ഫയൽ പൊടി തട്ടിയെടുക്കാം. അതേപോലെ തന്നെയാണ് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ചെടുത്തു എന്ന ആരോപണം, അതും EDയുടെ മുന്നിലുണ്ട്. ആ കേസ് കൂടി അന്വേഷിച്ചാൽ പ്രമുഖ നേതാവിൻ്റെ കാര്യം അധോഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് BJPയെ നേരിട്ട് എതിർക്കേണ്ട കാര്യമേ ഇല്ല. BJP പറയുന്നതെല്ലാം നടപ്പാക്കാം എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗും വന്നിരിക്കുന്നത്. അത് നന്നായിട്ടറിയാം VD സതീശന്.
അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ BJP നയങ്ങൾ നടപ്പാക്കുന്നത്. ഏറ്റവും കൂടുതൽ എതിർപ്പ് വരാൻ സാധ്യത മുസ്ലിം ലീഗിൽ നിന്നാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അത് നടപ്പാക്കിയാൽ അത്രയ്ക്കും എതിർപ്പ് അവിടെ നിന്ന് ഉയർന്നു വരില്ല, അവർ ന്യായീകരിച്ചുകൊള്ളും. അതാണ് വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ തന്ത്രം. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി N. ഷംസുദ്ദീൻ നമ്മുടെ മുന്നിലുണ്ട്. അത് കണ്ട് പൊട്ടിച്ചിരിച്ച K. സുരേന്ദ്രനെ നാം കണ്ടതാണ്. എൻ്റെ ഭഗവാനെ, ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പരസ്യമായി പറഞ്ഞു K. സുരേന്ദ്രൻ. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്ന് വെച്ചാൽ ഭയപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗ് കാര്യമായിട്ട് തന്നെ. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും. അതല്ലെങ്കിൽ BJPയുടെ നയങ്ങൾ വഖഫ് ബോർഡ് അടക്കം ആലോചിച്ച് നോക്കണം. വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ട വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നതടക്കമുള്ള തീരുമാനങ്ങൾ വരുന്നു. ആരുടെ നിർദ്ദേശമാണ്? ഒരു സംശയവും വേണ്ട, സംഘപരിവാറിൻ്റെ നിർദ്ദേശമാണ്. സംഘപരിവാറിൻ്റെ എല്ലാ അജണ്ടകളും 5 വർഷത്തിനകം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നു. അതിൻ്റെ തുടക്കം അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെയാണ് ആദ്യം പിടിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് വഴിയാണ് സംഘപരിവാറിൻ്റെ എല്ലാ അജണ്ടകളും നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പൂർണ്ണമായും പരിപൂർണമായും ഈ സർക്കാരിനെ പിന്തുണയ്ക്കുകയും വി.ഡി. സതീശൻ്റെ കാവ്യവൽക്കരണ നീക്കത്തിന് പരിപൂർണ പിന്തുണ നൽകുകയും ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ചാനലിൽ ചില വാർത്തകളൊക്കെ സർക്കാരിനെതിരെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന് ഒരു രക്ഷയില്ല. ഡെമോക്രസിൻ്റെ വാൾ തലക്ക് മീതെയുണ്ട്. അതുകൊണ്ട് പേടിച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ BJPയുടെ നയങ്ങൾ നടപ്പാക്കുക എന്നതു മാത്രമേ വഴിയുള്ളൂ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.